രാഷ്ട്രീയക്കാരുടെ പല പ്രസംഗങ്ങളും അതൊക്കെ എന്താ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ? ഇപ്പം മാർക്കോ ഇറങ്ങിയിട്ട് അത് കണ്ടിട്ട് ഒരാളെ ഉപദ്രവിക്കുന്ന ഒരുത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവനെന്തോ അസുഖമാണ്. ഡെഫിനറ്റ്ലി പറയേണ്ട ഒരു കാര്യം സോഷ്യൽ മീഡിയ മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ? സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് എവിടെ വേണമെങ്കിലും ഞാൻ പറയും, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഭരിക്കേണ്ടത്, നിങ്ങൾ നാളെ മുതൽ ഇങ്ങനെയൊക്കെ ഭരിക്കണം. ഭവിഷ്യത്തുകളെ പറ്റി അവൻ ചിന്തിക്കാതിരിക്കുന്നിടത്താണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. 10 അടി കൊടുത്താൽ മതി, പക്ഷേ ആ 10 അടി കിട്ടേണ്ടവന് കറക്റ്റ് സമയത്ത് കിട്ടണം. അത് 10 പേര് കാണുകയും ചെയ്യണം. ഹെൽമെറ്റ് വെക്കുന്നത് ആക്ച്വലി തലയുടെ പ്രൊട്ടക്ഷനാണെന്ന് കരുതുന്നതിലുപരി ഫൈൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പലരും ഇപ്പോഴും വെക്കുന്നത്. അവനൊരു ദിവസം രാത്രി കിടന്നൊരു സ്വപ്നം കണ്ടാൽ പോലും അവനെ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് വേണമെങ്കിൽ നാളെ അത് ചെയ്യും. സിനിമയും ഇൻഫ്ലുവൻസും. സിനിമ നമ്മുടെ സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? ആ ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നവർക്കറിയാം, ഇങ്ങനത്തെ ടോപ്പിക്കുകളെ പറ്റി നമ്മളങ്ങനെ അധികം സംസാരിക്കാറില്ല. എയ്തർ കോമഡി കണ്ടൻറ്റുകളായിരിക്കാം, അല്ലെങ്കിൽ സിനിമയെപ്പറ്റി റിയാക്ഷനൊക്കെ ആയിരിക്കും ചെയ്യാറുള്ളത്. പക്ഷേ എനിക്ക് പറയാനുള്ള ചില ടോപ്പിക്കുകളെ പറ്റി ഈ ഒരു സെഗ്മെൻറ്റിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. സോ ഇന്നത്തെ ടോപ്പിക്ക് എന്ന് പറയുന്നത് സിനിമ ഇൻഫ്ലുവൻസുമാണ്. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് വാർത്തകളിലൂടെ കാണുന്നത് എന്താണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്, ഇത് കേരളത്തിൻ്റെ ന്യൂസുകൾ തന്നെയാണോ കേൾക്കുന്നതെന്ന് തോന്നുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് ന്യൂസുകൾ നമ്മൾ കാണുന്നു. അപ്പോൾ ചിലരുടെ അഭിപ്രായത്തിൽ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് സിനിമയാണ്. സിനിമ മനുഷ്യനെ അല്ലെങ്കിൽ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഒരുപാട് കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ളൊരു കാരണമാകുന്നത് സിനിമയാണ് എന്നാണ് ഒരു കൂട്ടം ആൾക്കാർ അവകാശപ്പെടുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്ക് ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ, സിനിമ മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? ഇല്ല എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സിനിമ മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അത് സിനിമ എന്നല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതിൽ ഒരു ഘടകമാണ് സിനിമ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് മീശയുള്ള ഒരാൾ ലാലേട്ടനെ കണ്ടിട്ട് ലാലേട്ടൻ മീശ പിരിക്കുന്ന പോലെ ചെയ്ത് നോക്കാത്ത ആൺകുട്ടികളില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അദ്ദേഹം പിരിക്കുന്ന രീതിയിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മമ്മൂക്കയുടെ ഡ്രസ്സിങ് സ്റ്റൈലിനെ പറ്റി സംസാരിക്കുന്നു. അതുപോലെ അദ്ദേഹം എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഡ്രസ്സ് മേടിക്കുന്നതൊക്കെ തപ്പിപ്പോയി അതേ സൈറ്റിൽ നിന്നൊക്കെ മേടിക്കാൻ നമ്മൾ ചെയ്യാറുണ്ട്. സോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അതിനെ തള്ളിക്കളയാൻ പറ്റില്ല. എസ്പെഷ്യലി മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ സിനിമയെ കാണുന്നൊരു വിധം എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റാണ്. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ സിനിമയെ കാണുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. നമ്മളിപ്പോൾ ആരാധന എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തെയൊക്കെ വിളിക്കുന്ന പോലെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കൺസിഡർ ചെയ്യുന്നു. സിനിമ നടന്മാരെ സ്റ്റാർസ് എന്നാണ് പറയുന്നത്. സോ ഒരു പരിധിയിൽ അപ്പുറം സിനിമ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ ഈ സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യത്തിൻ്റെയും പ്രധാന കാരണം എന്ന് പറയുന്നത് സിനിമ മാത്രമാണോ? അതാണ് എൻ്റെ വിഷയം. ഞാനതാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അത് ഏറ്റവും വലിയ മണ്ടത്തരത്തിലൊന്നാണ്. സിനിമ മാത്രമാണ്, സിനിമ കാണുന്നതുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ ആകുന്നത്, അങ്ങനെ ആകുന്നത്, അല്ലെങ്കിൽ കുട്ടികളിലുപരി ആളുകൾ ഇങ്ങനെ ആകുന്നെന്ന് പറഞ്ഞാൽ, എന്നോട് ചോദിച്ചാൽ അത് ഏറ്റവും വലിയ ബ്ലണ്ടർ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഹിമാലയൻ ബ്ലണ്ടർ എന്നൊക്കെ പറയാം. ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില ഘടകങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് ഘടകങ്ങളിൽ ഒന്നാണ് സിനിമ. ഇപ്പോൾ ദൃശ്യം മോഡൽ കൊലപാതകം അല്ലെങ്കിൽ മാർക്കോ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് അതുപോലെ വയലൻ്റ് ആവുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ശരിയാണ്. ദൃശ്യം മോഡൽ ഒരാൾ കണ്ടിട്ട് അല്ലെങ്കിൽ ദൃശ്യം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് ഒരു തെളിവ് നശിപ്പിക്കാൻ അയാൾ അങ്ങനെ നോക്കിയിട്ടുണ്ടാകാം. പക്ഷേ അതിനർത്ഥം അയാൾ ദൃശ്യം കണ്ടതിന് ശേഷമാണ് ഒരാളെ കൊല്ലണം തോന്നുന്നതും അതിന് ശേഷമാണ് ആ തെളിവ് ഇങ്ങനെ നശിപ്പിക്കാമെന്ന് തോന്നൽ അയാൾക്കുണ്ടായതും ദൃശ്യം കണ്ടതുകൊണ്ട് മാത്രമാണെന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അയാൾ എന്തായിരിക്കും ചിന്തിക്കുന്നത്, അയാൾ എന്താണ് മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റാണ്. അതൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അയാൾ അങ്ങനെ ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊല്ലാൻ പ്ലാൻ ചെയ്ത് ആ തെളിവ് ഇങ്ങനെയൊക്കെ നശിപ്പിക്കാമെന്നോ അത്രയും ഡീറ്റെയിലി പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് അങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ വിശ്വസിക്കുന്നവരോട് എനിക്ക് ഒന്നും പറയാനില്ല. അത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങൾ അതൊരു വളരെ തെറ്റായ രീതിയിലാണ് ചിന്തിക്കുന്നതെന്ന് പറയാൻ പറ്റും. പക്ഷേ എന്തുകൊണ്ടായിരിക്കും അയാൾക്ക് അങ്ങനെ ചെയ്യണമെന്ന് തോന്നിയത്? കാര്യം ഇവിടുത്തെ ഒരു നിയമവ്യവസ്ഥിതിയിൽ അയാൾ അങ്ങനെയായിരിക്കും കണ്ടിരിക്കുന്നത്. ഓക്കെ, കുറ്റം ചെയ്യുന്നത് പ്രശ്നമല്ല, അതിനെ തെളിവ് നശിപ്പിച്ചാൽ മതി എന്നായിരിക്കും അയാൾക്ക് മനസ്സിലാക്കിയതെങ്കിൽ അതൊരു കാരണമാണ്. അല്ലെങ്കിൽ
ഈ സമൂഹത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഇങ്ങനെയൊക്കെ രീതിയിൽ നമുക്ക് പുറത്തു വരാം, അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ എന്നുള്ള തോന്നലാകാം അയാളെ ഈ ഒരു തെറ്റിലേക്ക് നയിച്ചത്. അതും ഒരു ഘടകമാണ്. സോ സിനിമയുടെ പ്രാധാന്യം, അല്ലെങ്കിൽ സിനിമ ആണ് ഈ ഒരു കുറ്റകൃത്യത്തിലേക്ക് നയിച്ചതെന്ന് ഒരിടത്തും അല്ലെങ്കിൽ ആർക്കും അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു റൂമിൽ 10 കൂട്ടുകാരുണ്ട്, 9 പേരും സിഗരറ്റും അല്ലെങ്കിൽ മദ്യപാനം ഉള്ള ആളുകളാണ്. അതുകൊണ്ട് മാത്രം ഈ 10ാമത്തെ ആൾ അത് കണ്ടിട്ട് എന്നാൽ ഞാനിവിടെ കുടിച്ചേക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരാളെ നിർബന്ധിച്ച് എങ്ങനെയെങ്കിലും അയാളുടെ വായിലേക്ക് മദ്യമോ അല്ലെങ്കിൽ സിഗരറ്റോ വെച്ച് കൊടുത്ത് ചെയ്യിക്കുന്നതല്ല ഞാൻ പറയുന്നത്. ഇത് കണ്ടിട്ട് ഓക്കെ, ഞാനും നാളെ മുതൽ ഇന്ന് ഇവർ ഏതായാലും കുടിക്കുന്നുണ്ട്, എന്നാൽ ഞാനിവിടെ കുടിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇനിയൊന്ന് മദ്യപിക്കാമെന്നുള്ള തോന്നൽ അവന് വരുന്നത്, അത് അവൻ്റെ മെൻറ്റാലിറ്റിയാണ്. അവന് തോന്നുന്നില്ലെങ്കിൽ അതില്ല. അവരിനിയും എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും അവനത് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യില്ല. ബാക്ക് ടു സിനിമ. ഇപ്പോൾ ഒരു നെഗറ്റീവായിട്ടൊരു കാര്യം ഒരു സിനിമയിൽ കാണിക്കുന്നു, അല്ലെങ്കിൽ ചില കാര്യങ്ങളെ നോർമലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നു, അതുകൊണ്ടൊക്കെയാണ് ഒരു ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് ആളുകൾ പറയുന്നുണ്ട്. ശരിയാണ്. ഇപ്പം സിഗരറ്റ് വലിക്കുന്നതിനെ ഭയങ്കര മാസായിട്ടാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അത് ഭയങ്കര ഒരു സംഭവമായിട്ട് കാണിക്കാറുണ്ട്. അല്ലെങ്കിൽ മദ്യപാനം ഭയങ്കര ഒരു കൂളായിട്ടൊരു കാര്യമാണ്, അല്ലെങ്കിൽ നല്ലതാണെന്ന് കാണിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ മറ്റു ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് നോർമലൈസ് ചെയ്ത് ചില സിനിമകൾ കാണിക്കാറുണ്ട്. സോ ചില ആൾക്കാർക്ക് അതങ്ങനെ, ഞാനും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട നടൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്യാം എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അത് സിനിമയിൽ കാണിച്ചുകൊണ്ട് മാത്രമല്ല, അത് അവന് ചെയ്യണമെന്ന് തോന്നിയാൽ അത് എവിടെ കണ്ടാലും അവനത് ചെയ്യും. അത് സിനിമ കണ്ടുകൊണ്ട് മാത്രമല്ല, അവനിപ്പം നടന്നു പോകുന്നവനിപ്പം എല്ലാ ദിവസവും പോകുന്ന വഴിക്ക് ഒരാൾ സിഗരറ്റ് വലിക്കുന്നവൻ കാണുന്നുണ്ടെങ്കിൽ പോലും അവനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യാം. അവനത് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. പിന്നീട് ഉള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഒരാളെ ഉപദ്രവിക്കുക എന്നുള്ളൊരു കാര്യം, അതാണല്ലോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഒരാളെ ഉപദ്രവിക്കുക എന്നുള്ള തോന്നലുണ്ടാകുന്നത് ആ സാഹചര്യം എങ്ങനെ ഉണ്ടായെന്നുള്ളതാണ് മെയിൻ കാര്യം. അല്ലെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകളെപ്പറ്റി അവൻ ചിന്തിക്കാതിരിക്കുന്നിടത്താണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ഞാനൊരാളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അയാളെ തല്ലാൻ വേണ്ടി തല്ലുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ഫസ്റ്റ് തോന്നേണ്ട കാര്യമെന്ന് വെച്ചാൽ അവൻ എന്നെ തിരിച്ചല്ലും എന്നുള്ളതാണ്. 2, അവനതിൽ ഭയമില്ലെങ്കിൽ ഇത് ഒരു പോലീസ് കേസോ അല്ലെങ്കിൽ നിയമപരമായിട്ട് ഞാൻ നേരിടേണ്ടി വന്നാൽ എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ടെന്നുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ട് ഞാനത് ചെയ്യാതിരിക്കണം. ബേസിക്കലി നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് ഒരു നിയമങ്ങളും അല്ലെങ്കിൽ ഈ ഒരു സംഹിതയിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. സോ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടെന്നതാണ് നമ്മളെ ഭയപ്പെടുത്തുക എന്നുള്ളതിലുപരി അത് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരാളെ ഭയപ്പെട്ട് ജീവിക്കണം എന്നൊരു കൺസെപ്റ്റിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇത് അറിഞ്ഞിരിക്കണം, ഒരാളെ ചെയ്താൽ നമുക്ക് ഒരു നിയമമുണ്ട്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ഭവിഷ്യത്തുകൾ അതിനുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഒരാൾക്ക് മനസ്സിലാകുന്നുണ്ട്, ഓക്കെ ഞാൻ ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ടാകും എന്ന് മനസ്സിലാക്കുന്നില്ല ഒരു സമൂഹം, അല്ലെങ്കിൽ ഒരു സൊസൈറ്റി, ഒരു വ്യക്തി. ഇപ്പം ഞാനെന്ന വ്യക്തിയെ ഒരു സമൂഹം അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ജുഡീഷ്യറി, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു നിയമം, ജുഡീഷ്യറി മീൻസ് നിയമം എന്ന് പറയുന്നത് എന്നെ അത് മനസ്സിലാക്കി തരുന്നില്ലെങ്കിൽ എനിക്കതൊരാളെ തല്ലണമെന്നും അല്ലെങ്കിൽ ഉപദ്രവിക്കണമെന്നൊക്കെയുള്ള തോന്നൽ എനിക്കുണ്ടാവും. അല്ലെങ്കിൽ ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത്, ഇത്രയേ ഉള്ളൂ, ഞാനൊരാളെ തല്ലി കഴിഞ്ഞാൽ ഇത്ര പ്രശ്നമുള്ളൂ, എന്നാൽ പിന്നെ 2 പേരും കൂടെ തല്ലാം എന്ന് തോന്നുന്നു. അതിന് ഏറ്റവും വലിയ പെർഫെക്റ്റ് എക്സാമ്പിൾ എന്ന് എനിക്ക് തോന്നുന്നത് റീസെൻ്റ്ലി നടന്നൊരു കാര്യമാണ്. ഇപ്പോൾ പണ്ട് പരീക്ഷ എഴുതുമ്പോൾ കോപ്പി എഴുതി കഴിഞ്ഞാൽ ഡിബാർ ചെയ്യും, നമുക്ക് ആ പരീക്ഷ എഴുതാൻ പറ്റത്തില്ല. ചില സമയത്ത് ആ പരീക്ഷ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റുമെന്ന് പറയുന്ന അത്രയും വലിയ ഒരിതുണ്ട്. അതായത് ഒരാളുടെ ഒരു പരീക്ഷ എന്ന് പറയുന്നത് അവൻ ഇത്ര നാൾ ചെയ്ത കാര്യങ്ങൾ ഒരു ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. സോ ഇവൻ അടുത്ത ക്ലാസ്സിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എലിജിബിൾ ആണെന്ന് തീരുമാനിക്കുന്നതാണല്ലോ പരീക്ഷ. സോ അവനതിൽ ചീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അതിനർഹനല്ല, അവനൊന്നും കൂടെ പഠിച്ചിട്ട് കറക്റ്റായിട്ട് വന്ന് എഴുതണം എന്നുള്ളതാണ്. അതാണെന്ന് തോന്നുന്നു ഡിബാർ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന ഇൻസിഡൻറ്റിൽ ഒരു വിദ്യാർത്ഥി മരിക്കാനിടയായ ഒരു സാഹചര്യത്തിൽ അവർ പരീക്ഷ എഴുതാൻ അർഹരാണോ? പരീക്ഷയുടെ കൺസെപ്റ്റിൽ ശരിയാണ്, അവർ വിദ്യാർത്ഥികളാണതുകൊണ്ട് ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി അർഹരാണ്. പക്ഷേ അവർ ചെയ്ത കുറ്റകൃത്യത്തിൽ അവർ പുറത്തിറങ്ങാൻ അവരെ അനുവദിക്കേണ്ട ആവശ്യമില്ല. സോ നാളെ ഒരാൾക്ക് തോന്നുകയാണ്, ഞാനിപ്പോൾ ഒരാളെ തല്ലിയാലും കൊന്നാലും ഒന്നും എനിക്ക് ഈ ഒരു പ്രശ്നമില്ലല്ലോ, എന്നാൽ പിന്നെ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് പരീക്ഷ എഴുതുന്നതാണ് വലിയ കാര്യമെന്ന് ഒരാൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അവനെ കൊന്നാലും എനിക്ക് പരീക്ഷ എഴുതാം, പിന്നെ ഞാൻ കൊന്നാലെന്താ
ഞാനൊരാളെ ഉപദ്രവിച്ചാൽ എന്താ? ആ ഒരു തോന്നൽ ഒരാളുടെ ഉള്ളിലേക്ക് കയറിക്കഴിഞ്ഞാൽ അതാണോ ഏറ്റവും ഡേഞ്ചർ? അല്ലെങ്കിൽ 2.5 മണിക്കൂറുള്ളൊരു സിനിമ കണ്ടിട്ട് അവൻ അതിലേക്ക് ആ ഒരു കാര്യം ചെയ്യാം എന്നുള്ള തോന്നൽ അവനുണ്ടാകുന്നതാണോ വലിയ കാര്യം? അല്ലെങ്കിൽ അതാണോ ഡേഞ്ചർ? ഏതാണ് ഇതിനകത്ത് ഏറ്റവും നമ്മൾ ഭയപ്പെടേണ്ട കാര്യം ഏതാണ്? ഒരു സിനിമ കണ്ടിട്ട് ഓക്കെ ഇങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം ട്രൈ ചെയ്ത് നോക്കുന്ന ഒരാളെ ആണോ നമ്മൾ ഭയക്കേണ്ടത്? അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എനിക്കൊരു പ്രശ്നമില്ല എന്നൊന്ന് തോന്നൽ ഒരാൾക്കുണ്ടാക്കി കൊടുക്കുന്നൊരു സമൂഹമാണോ ഡേഞ്ചർ? ഇപ്പോൾ ഒരു സിനിമ കണ്ട് ദൃശ്യം കണ്ടിട്ട് അതുപോലെ കുറ്റകൃത്യങ്ങൾ തെളിവ് നശിപ്പിക്കാൻ നോക്കി അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടിയോ അല്ലെങ്കിൽ അവരെയൊക്കെ വിളിച്ചിട്ട് നമുക്ക് മുതൽവനും അല്ലെങ്കിൽ ലയൺ സിനിമ പോലത്തെ, ഞാൻ കൊമേഴ്ഷ്യൽ സിനിമകളെ പറ്റി പറയുന്നത്, ഡീപ്പായിട്ടുള്ള സിനിമകളെ പറ്റി പറയുന്നത് അങ്ങനത്തെ സിനിമകളൊക്കെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഭരിച്ചുകൂടെ, ഇതൊക്കെയല്ലേ കാണേണ്ടത്, ഇത് കണ്ടോ സിനിമ കണ്ടില്ലേ, നിങ്ങളിങ്ങനെ നാളെ മുതൽ ഭരിക്കൂ എന്ന് അങ്ങനെ കാണിക്കാനാണെങ്കിൽ നമുക്ക് ഇലക്ഷന് പകരം ഇലക്ഷൻ കഴിഞ്ഞ് അവർ ജയിച്ചതിന് ശേഷം ഒരു 1 മന്ത് സിനിമ പ്രദർശനം, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഭരിക്കേണ്ടത്, നിങ്ങൾ നാളെ മുതൽ ഇങ്ങനെയൊക്കെ ഭരിക്കണം. വളരെ സിമ്പിളാണ്. മുതൽവനൊക്കെ കണ്ട് മുതൽവൻ അല്ലെങ്കിൽ അന്യൻ ആളുകളെ എല്ലാ ദിവസവും രാവിലെ 3 മണിക്കൂർ നിങ്ങൾ അന്യൻ സിനിമ കാണും. അപ്പോൾ തെറ്റ് ചെയ്താൽ ഇന്ന പ്രശ്നങ്ങളുണ്ടാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ നിങ്ങൾ തെറ്റ് ചെയ്യില്ല എന്ന്. വളരെ സിമ്പിളാണ്. സിനിമ അത്ര വലിയതായിട്ട് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ എന്താ പറയുക, മഗധീര എന്ന് പറയുന്ന സിനിമ, ആ സിനിമയിൽ നായകൻ 100 പേരെ അടിച്ചു വീഴ്ത്തുന്നൊരു സീനുണ്ട്. അത് കണ്ടിട്ട് എത്ര പേരാണ് 100 പേരെ അടിച്ചിടാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ പോയി നിന്നിട്ട്, ഈ 100 പേര് ഒരുത്തനെ അടിക്കുന്ന മാതിരി ആ പരിപാടിയുണ്ട്. അത് ഏതവനെ കൊണ്ടും പറ്റും, അതവൻ ചെയ്യുന്നുണ്ട്, പലരും ഇവിടെയൊക്കെ ചെയ്ത് കാണുന്നുമുണ്ട്. പക്ഷേ ഒരാൾ നിന്ന് 100 പേരെ അടിക്കാനും മാത്രം അത്രയൊന്നും ഇൻഫ്ലുവൻസ് ആരും ചെയ്യുന്നില്ല. അല്ല, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ 12th ഫെയിൽ എന്ന് പറയുന്ന സിനിമ, അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് IAS പരീക്ഷ അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും എഴുതണമെന്ന് തോന്നിപ്പോകും നമുക്ക്. അത് അമ്മാതിരി മോട്ടിവേഷനാണ് ആ ഒരു സിനിമ. അല്ലെങ്കിൽ മേരികോം എന്ന് പറയുന്ന സിനിമ കണ്ടു കഴിഞ്ഞാൽ ഓക്കെ, ഒരു സാധാ ലേഡി, ഒന്നും അല്ലാത്തടത്തു നിന്ന് വന്ന ഒരു സ്ത്രീ ഒളിമ്പിക്സിൽ പോയി മെഡൽ ജയിച്ചു. അത് ഇൻസ്പയർ ആയിട്ട് എത്ര ആളുകൾ, എത്ര സാധാരണക്കാരാണ് ഓക്കെ നാളെ എത്ര ഗോൾഡ് അല്ലെങ്കിൽ എത്ര ഒളിമ്പിക് മെഡലാണ് ഇന്ത്യക്ക് കിട്ടിയത്. മേരികോമൊക്കെ ഡെയിലി കാണിച്ചാൽ മതി. അപ്പോൾ അത്യാവശ്യം മോട്ടിവേഷനൊക്കെ കിട്ടിയിട്ട് ആളുകൾ ഇൻഫ്ലുവൻസ് ആയി അതൊക്കെ ചെയ്യും. സിനിമയ്ക്ക് അത്രയും വലിയ പവറുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ആ ഒരു എന്തുകൊണ്ടങ്ങനെ പറയപ്പെടുന്നു, സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പോസിറ്റിവിറ്റി ആൻഡ് നെഗറ്റിവിറ്റി അത് രണ്ടും സ്പ്രെഡ് ചെയ്യുന്നതിൻ്റെ രീതി എന്ന് പറയുന്നത് രണ്ടാണ്. ഒരു സിനിമ, ഇപ്പോഴും ഞാൻ പറയുന്നു, സിനിമ മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് ഞാൻ ഒരിടത്തും പറയുന്നില്ല. സിനിമ മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷേ അതോടൊപ്പം സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഒരു ഘടകമാണ്. അതുപോലത്തെ 10,000 ഘടകങ്ങൾ നമ്മുടെ ഈ ഒരു സമൂഹത്തിലുണ്ട്. അതിലൊന്ന് മാത്രമാണ് സിനിമ. ഇപ്പം എന്താ പറയുക, ഈ പറയുന്ന പോലെ ഫ്രണ്ട്ഷിപ്പ് ഒരു ഘടകമാണ്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു ഘടകമാണ്. അതെങ്ങനെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യണം എന്നുള്ളത് പേഴ്സണലി നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട, നമ്മുടെ ഒരു ഡെവലപ്മെൻറ്റ് പേഴ്സണലി ഒരാളുടെ ഇതാണ്. ഒരു കാര്യം കണ്ടാൽ ഇങ്ങനെയൊക്കെ ചെയ്യാം, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ കേൾക്കുന്നു, കാണുന്നു, അതും ഒരു മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഇപ്പം ഡെഫിനറ്റ്ലി പറയേണ്ട ഒരു കാര്യം സോഷ്യൽ മീഡിയ മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ? അല്ലെങ്കിൽ സീരിയലുകൾ മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ? അല്ലെങ്കിൽ എന്താ പറയുക, ഫാമിലി തന്നെ ഏറ്റെടുക്കാം. ഫാമിലിയിൽ ഇപ്പം നമ്മുടെ അച്ഛനമ്മ, നമ്മുടെ ബന്ധുക്കൾ, അവരൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും, അറിഞ്ഞോ അറിയാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണ്ട എന്നുള്ളത് പിന്നീട് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സമൂഹമാണ് നമുക്കൊക്കെ, നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഓക്കെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട്, ഇന്ന നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സോ ആ ഒരു ബോധം, അല്ലെങ്കിൽ തെറ്റ് ശരി എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാര്യം വെച്ചാൽ അതൊക്കെ ഭയങ്കരമായിട്ട് പെർസ്പെക്റ്റീവിൽ കിടക്കുന്നതാണ് തെറ്റ് ശരി. പക്ഷേ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്ന നല്ല കാര്യങ്ങളുണ്ട് എന്നുള്ള ബോധം അവനിൽ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ അവളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അല്ലാതെ സിനിമയ്ക്കകത്തിന് നാളെ മുതൽ എല്ലാ സിനിമയിലും നായകൻ വന്നിട്ട് എല്ലാവർക്കും ക്ലാസ് എടുത്തിട്ട് എല്ലാവരും ഇതാണ് ഇന്നതാണ്
എന്നതാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തെന്നും പറഞ്ഞ് നാളെ മുതൽ എല്ലാവരും നല്ലവരാകുമോ? ഇപ്പം രാഷ്ട്രീയക്കാരുടെ പല പ്രസംഗങ്ങളും അതൊക്കെ എന്താ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ? എത്ര പേര് പബ്ലിക്കലി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് ചെയ്യണം, അത് ചെയ്യണം, മറ്റേത് ചെയ്യണം എന്നൊക്കെ പറയാറുണ്ട്. അത് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് അത് കേട്ടിട്ട് എത്ര പേര് അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ എത്ര കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. എന്നും പറഞ്ഞ് നാളെ മുതൽ പാർട്ടിയുടെ ഒരു പരിപാടി നടത്തില്ലെന്നും പറഞ്ഞാൽ അത്ര പേര് സമ്മതിക്കും? ഈ പറയുന്ന ഭരിക്കുന്ന പാർട്ടിയോ അല്ലെങ്കിൽ അവർ ഓപ്പോസിഷൻ പാർട്ടിയോ സമ്മതിക്കുമോ? നാളെ മുതൽ പാർട്ടികളുടെ ഒരു സംഘടനയോ ഒരു കാര്യം ഒരു പ്രസംഗവും പബ്ലിക്കലിയും പറയാൻ പാടില്ല, ഒരു ചാനലിൽ കൂടെയും പറയാൻ പാടില്ലെന്ന് പറഞ്ഞ് സമ്മതിക്കുമോ? അപ്പോൾ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറയാനുണ്ടെന്ന് പറയും. അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ? അതൊക്കെ ഇന്ന് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ 10,000-ൽ ഒരു ഘടകം എന്ന് പറയുന്നത് രാഷ്ട്രീയവും ഇതാണ്. പിന്നെ വാർത്തകൾ, ഇപ്പോഴത്തെ വാർത്താ ചാനലുകളിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ചാനൽ ചർച്ചകൾ, അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഞാൻ എല്ലാമൊന്നും എടുത്ത് പറയുന്നില്ല, 100% എനിക്ക് പറയാൻ ആഗ്രഹമില്ല. പക്ഷേ ചില വാർത്താ ചാനലുകളിലെ ചില ചർച്ചകൾ കേട്ട് കഴിഞ്ഞാൽ അതൊന്നും സെൻസർ ചെയ്യുന്നില്ല. അതൊക്കെ കുട്ടികൾ കേട്ട് കഴിഞ്ഞാൽ നല്ലതാണെന്നാണോ? അത് മനസ്സിലാകുന്നില്ല. ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് അത്രത്തോളം ശരിയാണ്. നമ്മൾക്ക് കറക്റ്റ് ചെയ്യപ്പെടേണ്ടതാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഈ ഒരു കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ്, അതായത് സിനിമയാണ് മനുഷ്യരെ അല്ലെങ്കിൽ നല്ലൊരു സമൂഹം ഉണ്ടാകാത്തതിൻ്റെ മെയിൻ കാര്യം, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ഈ ഒരു പ്രശ്നം, നമ്മുടെ അല്ലെങ്കിൽ നാടിന് ഈ ഒരു പ്രശ്നങ്ങളുണ്ടാകുന്നത് സിനിമ കാണുന്നത് കൊണ്ടും അത് അനുകരിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണെന്ന് പറയുന്ന ആളുകളോട് എന്താണ് പറയേണ്ടത്? സിനിമ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഇപ്പം പറയുന്ന പോലെ ഇപ്പം മാർക്ക് ഇറങ്ങിയിട്ട് അത് കണ്ടിട്ട് ഒരാളെ ഉപദ്രവിക്കുന്ന ഒരുത്തിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവനെന്തോ അസുഖമാണ്. അത് ഇപ്പം സിനിമ കാണണമെന്ന് പോലും ഇല്ല. ഒരു കാര്യം കണ്ടിട്ട് അത് അനുകരിക്കണമെന്ന് ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവൻ ഇപ്പം ഒരു ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്ക് നിന്ന് വേറൊരു ബിൽഡിങ്ങിൻ്റെ മണ്ടയ്ക്കിലോട്ട് ബൈക്ക് ജമ്പ് ചെയ്യുന്ന ഒരാൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചെയ്തു നോക്കണം. അത് സിനിമയിൽ ഡ്രോപ്പ് ഇട്ടിട്ടാണെന്നൊന്നും തോന്നാതെ ഒരുത്തനെടുത്ത് ചാടിക്കുകയാണെങ്കിൽ അവനെന്തോ പ്രശ്നമുണ്ട്. അവനല്ലെങ്കിൽ അവൾക്കൊരു പ്രശ്നമുണ്ട് അല്ലേ? അതിപ്പോൾ സിനിമ കാണണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഒരുത്തിനെ ഉപദ്രവിക്കണമെന്നൊന്നും തോന്നലുണ്ടാകുന്നുണ്ടെങ്കിൽ അത് സിനിമ കണ്ടിട്ടാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവനത് എവിടെ കണ്ടാലും വേറൊരാളെ അടിക്കുന്നത് അവൻ നേരിട്ട് കണ്ടാലും അവൻ ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ട് അവനത് ചെയ്യും. എന്തുകൊണ്ട് ഇവർക്ക് ആർക്കും എന്താ പറയുക, ഈ പറയുന്ന മോട്ടിവേഷണൽ കാര്യങ്ങൾ കണ്ടിട്ട് എന്തുകൊണ്ട് ഇവരൊന്നും മോട്ടിവേറ്റ് ചെയ്തിട്ട് 10 പേർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല? സോ ഇൻഫ്ലുവൻസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തപ്പെട്ടിട്ട് അതിനെ ഈ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് കൊടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ നല്ലതാണെന്ന് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ആ ഒരു ടോപ്പിക്കിനെ പറ്റി ഞാൻ പ്രധാനമായി ഇതെടുക്കാനുള്ള മെയിൻ കാര്യം, സമൂഹത്തിൽ അല്ലെങ്കിൽ സമൂഹത്തെ ഇന്ന കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്ത്, അല്ലെങ്കിൽ സിനിമ ആണ് ആളുകളെ സ്പോയിൽ ചെയ്യുന്നെന്നുള്ള അത് ഫോക്കസ് ചെയ്ത് ഒരുപാട് പേര് സംസാരിക്കുന്നതായിട്ട് കണ്ടു. അത് മാറണം. എന്തുകൊണ്ട് അവർ ഈ പറയുന്ന ഇവിടുത്തെ നിയമത്തിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇന്ന ലോപ്പോൾ, ഇപ്പം വേറെ കാര്യം കൂടി എൻ്റെ കൂട്ടത്തിൽ പറയണം. ഒരുപാട് പേര് പറയാറുണ്ട് ഇവിടുത്തെ നിയമം മാറണം, ഇന്ന ശിക്ഷ കൊടുക്കണം. അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ചെറിയ നോളജ് വെച്ചിട്ട് ഇന്ത്യയിൽ അത്യാവശ്യം നല്ല നിയമവ്യവസ്ഥിതിയും നിയമങ്ങളുമാണ്. പക്ഷേ നിയമം എത്രത്തോളമുണ്ടോ അതിൻ്റെ 10 മടങ്ങ് അല്ലെങ്കിൽ 1000 മടങ്ങ് ലൂപ്പ് ഹോളുകളും ഉണ്ട്. അതാണ് ഇവിടുത്തെ പ്രശ്നം. അത് എന്തുകൊണ്ട് അതിൻ്റെ സാധ്യത എവിടെ കിടക്കുന്നു വെച്ചാൽ, ഇപ്പം നമ്മൾ പറയുന്നത് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് ആളുകൾക്ക് മനസ്സിലായി ഇന്ന ആൾ ഇന്ന ആൾക്ക് അയാൾ പ്രതിയാണ്, ഈ കുറ്റം ചെയ്തതെന്ന് അറിഞ്ഞ് തെളിവൊക്കെ ഹാജരാക്കി അയാൾക്ക് ശിക്ഷയും വിധിച്ചു. അപ്പോൾ അത് ലേറ്റ് ആകുന്നതൊക്കെയാണ് നമ്മുടെ പ്രശ്നം. പക്ഷേ എന്തുകൊണ്ട് ഇയാളെ തൂക്കിക്കൊന്നുകൂടാ അല്ലെങ്കിൽ ഇന്നത് ചെയ്തുകൂടാ എന്ന് ആൾക്കാർ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അത് പെട്ടെന്നാക്കിക്കൂടെ എന്നൊക്കെ. പക്ഷേ ഇനിയൊന്ന് തിരിച്ച് ഇതേ കാര്യം ഒരു നിരപരാധിക്കാണ് സംഭവിക്കുന്നതെങ്കിൽ ഈ സെയിം നിയമം നേരെ തിരിച്ചു വരും. എന്ന് വെച്ചാൽ ഇവിടെ നമ്മളിപ്പോൾ ഒരു കുറ്റകൃത്യം നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലൈവ് ഫുട്ടേജ് എടുത്തിട്ട് ഓക്കെ ഇന്ന ആളെ കൊന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന ആളെ ഇന്നത് ചെയ്യുന്ന കണ്ടിട്ടുണ്ടെന്നല്ലല്ലോ. ഒരാൾ സാഹചര്യത്തിൻ്റെയും ഇതിൻ്റെ സമ്മർദ്ദവും മറ്റേതൊക്കെ നോക്കിയിട്ട് അതിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിയമം അല്ലെങ്കിൽ ഓരോ കാര്യത്തിനും
തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന ആൾ കുറ്റക്കാരൻ, ഇന്ന ആൾ കുറ്റക്കാരനല്ല എന്നൊക്കെ തെളിയുന്നത്. അപ്പോൾ നാളെ ഒരു നിരപരാധിക്കും ഇങ്ങനൊരു കാര്യം സംഭവിച്ച് അവനും ഒരു പ്രതിയായിട്ട് ആരോപിക്കപ്പെട്ട് അവനും ഈ ശിക്ഷ കിട്ടാം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫാസ്റ്റ് കയറിയിട്ട് 2 ദിവസം കൊണ്ട് ഓക്കെ ശിക്ഷ നടപ്പാക്കി, 10ാമത്തെ ദിവസം വേറെ രീതിയിൽ വരുന്നു, ഓക്കെ ഇന്ന ആളല്ലാരും സോറി അത് മാറിപ്പോയെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഈ ലൂപ്പ് ഹോളുകൾ കിടക്കുന്നത് ഒരു പരിധി വരെ നിരപരാധികളായിട്ടുള്ള ആൾക്കാരിലേക്ക് ഈ ഒരു നിയമത്തിൻ്റെ ഈ ലൂപ്പ് ഹോളുകൾ തിരിച്ചു വന്ന് പണി തരാതിരിക്കാനൊക്കെയാണ് വരുന്നത്. അല്ലെങ്കിൽ പറയുന്ന പോലെ ഗൾഫ് രാജ്യങ്ങളിലെ പോലെ ഇന്ന കുറ്റം ചെയ്തു കഴിഞ്ഞാൽ തലവെട്ട് കൈവെട്ട് ഇതൊക്കെ ശരിയാണ്. അതൊക്കെ പ്രാക്ടിക്കലി ഈ ഒരു രാജ്യത്ത് എത്രത്തോളം പോസിബിളാണെന്ന് എനിക്കറിയില്ല. കാര്യം അത്ര പെട്ടെന്ന് അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരാൾ കുറ്റക്കാരനാണ് എന്ന് തെളിഞ്ഞതിന് ശേഷം പിന്നീട് അത് വലിക്കുന്നതിനോട് എനിക്കും താല്പര്യമില്ല. പക്ഷേ ഒരാൾ പ്രൂവ് ചെയ്യാനുള്ളൊരു ടൈമെന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളിലെ പോലെ ഇവിടെ ഉണ്ട്. അയാൾ നിരപരാധിയാണെന്ന് മീൻസ് നിരപരാധി ഒരാൾ ഒരു കേസിൽപ്പെട്ട് അയാൾക്ക് പുറത്തിറങ്ങാൻ സമയം വേണമെങ്കിൽ അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ ആ വശത്തിലേക്ക് നമ്മളാരും സംസാരിക്കാറില്ല. കാര്യം വെച്ചാൽ നമ്മളെപ്പോഴും ഇപ്പോൾ വാർത്തയിൽ വന്നാൽ പോലും ഒരു തെറ്റ് ചെയ്ത ആൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം സംസാരിക്കും. കുറച്ച് കഴിഞ്ഞ് ശിക്ഷ കിട്ടുന്നതും വരെ നമ്മളത് സംസാരിക്കും. പക്ഷേ ഒരു നിരപരാധിയായിട്ടൊരാളും പെടുന്നുണ്ടായിരിക്കും. ഈ പറയുന്ന ഈ ലോകത്ത് കേരളത്തിൽ തന്നെ എത്ര കേസുകൾ ഡെയിലി വരുന്നുണ്ട്. അതിനകത്ത് കറക്റ്റായിട്ടുള്ളതും വരുന്നുണ്ട്, കെട്ടിച്ചമച്ചതൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ അവർക്കും നിയമത്തിൻ്റെ ഒരു പരിരക്ഷ വേണം. അല്ലാതെ കേസ് തെളിഞ്ഞ എൻ്റെ പിറ്റേ ദിവസം കൊന്നേക്കാനൊക്കെ തീരുമാനിക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ബാലിശമായുള്ള ആഗ്രഹങ്ങളാണ്. അത് നടപ്പാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് പുറം രാജ്യങ്ങളിലെ നിയമത്തിൻ്റെ ഒരു പ്രശ്നങ്ങളെപ്പറ്റി വലിയ ബോധമില്ലാത്തവരാണ് അങ്ങനെയൊക്കെ പറയുന്നത്. ഇന്ത്യയുടെ നിയമത്തിൻ്റെ ഈ ഒരു സ്പീഡില്ലായ്മ അല്ലെങ്കിൽ ഇതിൻ്റെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് പരിധിയിൽ കൂടുതലാണ് ഇന്ത്യയിൽ എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. മറ്റ് രാജ്യങ്ങളിൽ കുറച്ചുകൂടെ ഫാസ്റ്റാണ്. മീൻസ് കമ്പാരിറ്റീവ്ലി ജനസംഖ്യയും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. മീൻസ് കോടതികളുടെ എണ്ണം അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ എണ്ണം അതിൻ്റെയൊക്കെ പരിമിതി കാരണമായിരിക്കും ഇതിങ്ങനെ നീണ്ടു പോകുന്നത്. നമ്മൾ വിചാരിക്കും ഡെയിലി ഒരു കേസ് മാത്രം. ഇപ്പോൾ റീസെൻ്റ്ലി വന്ന കഷായം ഗ്രീഷ്മയുടെ കേസ് മാത്രമേ കേരളത്തിലെ കോടതിയിലുണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് പെട്ടെന്ന് ചെയ്തു. അങ്ങനെയല്ലല്ലോ, ചിലപ്പം ലക്ഷക്കണക്കിന് കേസുകളായിരിക്കും വരുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഇതൊക്കെ വരുന്നത്. സോ അങ്ങനൊന്നും ഞാൻ അത് എന്നെ സംബന്ധിച്ച് ഞാനതൊരിക്കലും പറയില്ല ഇന്ന രാജ്യത്തിൻ്റെ ഇത് വന്നു കഴിഞ്ഞാൽ ഇവിടെ നന്നാവുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ആ ഒരു ശിക്ഷാ രീതിയിലോടും എനിക്ക് താല്പര്യമൊന്നുമില്ല. പക്ഷേ ഈ ഡ്യൂറേഷൻ, അതായത് ഒരാൾ ഈ നീതി കിട്ടാനായിക്കോട്ടെ അല്ലെങ്കിൽ ശിക്ഷ വിധിച്ചതിന് ശേഷമുള്ള പ്രോസസ്സൊക്കെ ഭയങ്കര ഡ്യൂറേഷനായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്ന ശിക്ഷകൾ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തവർക്ക് ഇന്ന ശിക്ഷകൾ കിട്ടണം, ഒരാൾ ഒരു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവനിത് കിട്ടണം എന്നുള്ള ഒരു കമ്പൽസറി സാധനങ്ങളും ഉണ്ടാവും. അതിനൊരുപാട് ലൂപ്പ് ഹോളുകൾ ഉള്ളതുകൊണ്ട് ഇത് ചെയ്യുന്നവർക്ക് ഇത് കറക്റ്റായിട്ട് അറിയുകയും ചെയ്തതാണ് ഏറ്റവും വലിയ കാര്യം. ഒരു തെറ്റ് ചെയ്യുന്നവന് അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവൻ്റെ കൂടെ നിൽക്കുന്ന വക്കീലന്മാർക്കൊക്കെ ഇത് കറക്റ്റായിട്ട് അറിയാം, എങ്ങനെ ഇത് ചെയ്ത് എങ്ങനെ ഇതൊക്കെ ചെയ്യണമെന്നൊക്കെ കറക്റ്റായിട്ട് അറിയുകയും ചെയ്യാം. അത് വളരെ കറക്റ്റായിട്ട് ഇവരത് കിട്ടുന്നുണ്ട്, അതിൻ്റെ ഒരു പരിരക്ഷ അവർക്ക് കിട്ടുന്നുണ്ട്. സോ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ആളുകളിലേക്ക് എത്തിക്കേണ്ട മെയിൻ കാര്യങ്ങളിലൊന്ന് മീൻസ് ആൾക്കാർക്കൊരു തെറ്റ് ചെയ്യാനുള്ള പേടിയോ അല്ലെങ്കിൽ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ അവന് പ്രശ്നങ്ങളുണ്ടാകുമെന്ന് അവനെ ബോധം അവനിലേക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ റീസെൻ്റ്ലി കണ്ടതാണ്, ഞാൻ ആരാണെന്ന് പറയുന്നില്ല, അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അവൻ ക്യാമറ നോക്കി ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോകുന്നത്. അത്രയൊക്കെ ഉള്ളൂ, എന്ത് വരാൻ അവിടെ പോകുന്നു. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞത് കഷായം ഗ്രീഷ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു 18 വർഷം 12 വർഷമല്ലേ, അത് കഴിഞ്ഞപ്പോൾ അങ്ങ് നോക്കാം. അങ്ങനൊരു തോന്നലാണ് ഇപ്പോഴത്തെ ഒരു ജനറേഷനുള്ള ഇപ്പോഴത്തെ ജനറേഷൻ എന്നല്ല, പൊതുവെ ആളുകൾക്കുള്ള ഇത്രയല്ലേ ഉള്ളൂ ശിക്ഷകളൊക്കെ. അപ്പം നമുക്കിപ്പോൾ അത്യാവശ്യമാണെങ്കിലും അങ്ങനെ ഒരു പരിധിക്കപ്പുറത്തോട്ട് ഒന്നിനോടുള്ളൊരു ഭയമോ പേടിയോ അങ്ങനൊന്നും ഇല്ല. എന്ത് ചെയ്താലും ഇത്രയല്ലേ ഉള്ളൂ. ഇപ്പം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്താ പറയുക, ഈ വലിയ തൂക്കിക്കൊല്ലുക അങ്ങനത്തെ വലിയ ശിക്ഷകളൊന്നും വേണ്ട. 10 അടി കറക്റ്റായിട്ട് കിട്ടുന്ന ഒരു ശിക്ഷ വന്നാൽ പോലും
ആ 10 അടി പക്ഷേ കിട്ടേണ്ടവന് കിട്ടുന്നുണ്ടെന്ന് 10 പേര് കണ്ടു കഴിഞ്ഞാൽ തന്നെ ചെയ്യാനുള്ള ഒരു ത്വര അങ്ങ് കുറയാമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. 10 അടി കൊടുത്താൽ മതി, പക്ഷേ ആ 10 അടി കിട്ടേണ്ടവന് കറക്റ്റ് സമയത്ത് കിട്ടണം. അത് 10 പേര് കാണുകയും ചെയ്യണം. അതില്ലാത്തത് കൊണ്ടാണ് പലർക്കും പലതും ചെയ്യണമെന്ന് തോന്നുന്നത്. ഈ നമ്മുടെ ഈ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ ഇന്ന പ്രശ്നം, അല്ലെങ്കിൽ നമ്പർ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ ഇവിടെ ഉണ്ട്. സോ അതുപോലെ തന്നെ അത് കറക്റ്റായിട്ട് ഫൈൻ നമ്മുടെ വീട്ടിൽ വരിക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ്ലി അതൊരു സിസ്റ്റമാറ്റിക്കലി വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് പേരുകൾ ഇപ്പോൾ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരോട്ട് പോകണമെങ്കിൽ പോലും ഹെൽമെറ്റ് വെക്കും. അത് ഹെൽമെറ്റ് വെക്കുന്നത് ആക്ച്വലി തലയുടെ പ്രൊട്ടക്ഷനാണെന്ന് കരുതുന്നതിലുപരി ഫൈൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പലരും ഇപ്പോഴും വെക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെയും കുറച്ച് ആളുകളുണ്ട്. സോ ആ ഒരു ഭയം ആൾക്കാരിൽ ഉള്ളത് കൊണ്ടാണ്. അത് അറ്റ്ലീസ്റ്റ് ഫൈൻ വരുമെന്നുള്ള പേടിയുള്ളത് കൊണ്ട് പോലും അങ്ങനെ ആണെങ്കിൽ പോലും അവരത് വെക്കുന്നുണ്ടല്ലോ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെ ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആളുകൾ ചെയ്യുന്ന ഈ കണ്ടുവരുന്ന കുറ്റകൃത്യങ്ങളൊക്കെ സിനിമ കണ്ടുകൊണ്ടും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ആയതുകൊണ്ടും മാത്രമല്ല, മറ്റ് പല ഘടകങ്ങളിലൊന്ന് സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് എവിടെ വേണമെങ്കിലും ഞാൻ പറയും സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യും. അത് ചെയ്യുന്നില്ല എന്ന് പറയുന്നവർ മാറിയിരിക്കുക. പക്ഷേ സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യും, 100% ശരിയാണ്. പക്ഷേ ഒരാൾ ഒരു സാധനം ഇൻഫ്ലുവൻസ് ചെയ്താലും അത് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന പ്രശ്നങ്ങളുണ്ടെന്നുള്ള ബോധം അവന് കിട്ടാത്തിടത്തോളം കാലം അവന് സിനിമ കാണണമെന്നൊന്നുമില്ല. അവനൊരു ദിവസം രാത്രി കിടന്നൊരു സ്വപ്നം കണ്ടാൽ പോലും അവനെ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് വേണമെങ്കിൽ നാളെ അത് ചെയ്യും. കാര്യം എന്ന് വെച്ചാൽ അവനൊന്നും പറ്റാനില്ലല്ലോ. ഇപ്പോൾ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ പരീക്ഷ എഴുതുന്ന വലിയ കാര്യമല്ലേ ഇവിടെ. അപ്പോൾ പരീക്ഷ എഴുതാം, പിന്നെന്താ ഒരാളെ കൊന്ന ആ ഒരു തോന്നലല്ലേ ഒരാൾക്ക്. സോ എൻ്റെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സമൂഹത്തെ. എന്ത് കാര്യങ്ങളായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷേ കുറ്റകൃത്യങ്ങൾ കൂടുന്നത് അത് ഇന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതുകൊണ്ടാണ് അതുകൊണ്ടാണെന്ന് പറയുന്നതിലുപരി ബാക്കിയുള്ള എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാം എന്നുള്ളതിനെ പറ്റി ചർച്ച ചെയ്യുന്നതാണ് എപ്പോഴും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലുള്ള ടോപ്പിക്കുകളെ പറ്റി ഇപ്പം ഞാനിവിടെ വന്നിരുന്ന് സംസാരിച്ചുകൊണ്ട് നാളെ മുതൽ കേരളത്തിൽ കുറ്റകൃത്യങ്ങൾ കുറയും, ഇന്ന കാര്യങ്ങൾ കൊണ്ട് അങ്ങനെയൊന്നുമില്ല. ബട്ട് എനിക്ക് പറയണമെന്ന് തോന്നി കാര്യം ചെയ്ത് ഒരുപാട് കാര്യങ്ങളായിട്ട് ഒരുപാട് തവണയായിട്ട് ഞാനിത് കേൾക്കുന്നത് കൊണ്ട് എനിക്കിതിങ്ങനെ പറയണമെന്ന് തോന്നിയുകൊണ്ട് പറഞ്ഞതാണ്. സോ ഇങ്ങനത്തെ ടോപ്പിക്കുകളെ പറ്റിയുള്ള വീഡിയോസ് ഞാൻ ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ സംസാരിക്കാം. സോ താങ്ക് യു.